സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പഞ്ചായത്ത് പ്രസിഡൻ്റായി പരിഗണിക്കുന്ന രീതി, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും നിലക്കുള്ളൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കേരളത്തിൻ്റെ തെരുവുകളിൽ ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ CPM ശ്രദ്ധിച്ചിട്ടില്ല, LDF ശ്രദ്ധിച്ചിട്ടില്ല. കേന്ദ്രവുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷന് പോകാതെ നമുക്ക് സംസാരിച്ച് ലൈസൺ വർക്കിലൂടെ കാര്യങ്ങൾ അങ്ങ് പരിഹരിച്ച് പോകാം, കേന്ദ്രത്തിലുള്ള പൈസ നേടിയെടുക്കാം എന്നൊരു ലൈനാണ് എപ്പോഴും പിണറായി വിജയൻ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അതതിൻ്റെ പരമാവധിയിലെത്തിയ സന്ദർഭമായിരുന്നു. മുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, പാർട്ടി അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട MOUയിൽ ഒപ്പിട്ട കാര്യം, പിന്നെ ഈ പറയുന്ന ലേബർ കോഡുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എല്ലാവർക്കും മുന്നേ നടപ്പിലാക്കിയത്. അത് വിവാദമായ സന്ദർഭത്തിലാണ് കേന്ദ്രമന്ത്രി തന്നെ രാജ്യസഭയിൽ പരസ്യമായിട്ട് പറയുന്നത് ഇതിന് പാലമായി വർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈനാണ് എപ്പോഴും പിണറായി വിജയൻ വ്യക്തിപരം, ഞാൻ CPMൻ്റെ ഒരു പൊസിഷൻ പോലുമല്ല, പിണറായി വിജയൻ വ്യക്തിപരമായി സ്വീകരിച്ചത്. അത് വലിയ തോതിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഔട്ട് ഓഫ് ബോക്സിൽ മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. CPMന് കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPMൻ്റെ ശക്തി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മൊബിലൈസേഷനുള്ള അതിൻ്റെ ശേഷിയായിരുന്നു. തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള, തെരുവുകളെ നിറക്കാനുള്ള, ആ തെരുവുകളിലൂടെ ആശയപ്രചാരം നടത്താനുള്ള, തെരുവുകളിൽ രാഷ്ട്രീയം പറയാനുള്ള CPMൻ്റെ ശേഷിയായിരുന്നു. അത് CPM അധികാരത്തിലിരിക്കുമ്പോഴും CPM അത് പ്രകടിപ്പിക്കാറുണ്ട്. CPM എപ്പോഴെല്ലാം കേരളത്തിൽ അധികാരത്തിലേറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായുള്ള വലിയ സമരങ്ങളുണ്ടായിട്ടുണ്ട്. അവർക്കതിനൊരു വാചകം തന്നെയുണ്ട്. ഇതാണ് ഭരണവും സമരവും. EMS കോയിൻ ചെയ്ത വാചകമാണത്, ഭരണവും സമരവും. തപാൽ ഓഫീസുകൾക്ക് മുമ്പിൽ CPM സമരം നടത്താത്ത ഏതെങ്കിലും ഒരു വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടോ അവർ അധികാരത്തിലിരിക്കുമ്പോൾ? അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. തപാൽ ഓഫീസിന് മുമ്പിൽ ധർണ, ഇൻകം ടാക്സ് ഓഫീസ് പിക്കറ്റിംഗ്, ഇത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതൊക്കെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് CPM കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ എപ്പോഴും അത് നടന്നിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരവും കേന്ദ്രത്തിനെതിരായുള്ള വിമർശനവും പ്രക്ഷോഭവും കൊണ്ട് കേരളത്തിലെ തെരുവുകളെ എപ്പോഴും സജീവമാക്കി നിർത്തിയിട്ടുണ്ട് CPIM. അന്നൊക്കെ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നു. അന്ന് തെറ്റായ നയങ്ങൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്നുള്ളതുപോലെ സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുന്ന, ഞാൻ മുമ്പ് ഉപയോഗിച്ച വാചകമുണ്ട്, സംസ്ഥാനം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ യൂണിറ്റിനെ വെറുമൊരു ഗ്രാമപഞ്ചായത്തായിട്ട് പരിഗണിക്കുന്ന ഒരു രീതി, സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പഞ്ചായത്ത് പ്രസിഡൻ്റായി പരിഗണിക്കുന്ന രീതി, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും നിലക്കുള്ളൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കേരളത്തിൻ്റെ തെരുവുകളിൽ ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ CPM ശ്രദ്ധിച്ചിട്ടില്ല, LDF ശ്രദ്ധിച്ചിട്ടില്ല.